ഓം നമ ശിവായ. എല്ലാവർക്കും ലോപാമുദ്ര ഹിന്ദു ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒറ്റ നിവേദ്യത്തിൻ്റെ റെസിപ്പിയാണ്. ഒറ്റ അപ്പം എന്നും ഇതിനെ പറയും. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് ഗണപതി സ്വാമിക്കും മഹാദേവനും ദേവിക്കും പിന്നെ മറ്റു മൂർത്തികൾക്കും ഒക്കെ നിവേദ്യമായിട്ട് സമർപ്പിക്കാം. ഇത് ഈസി ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നിവേദ്യമാണ്. ഇത് നിവേദ്യമല്ലാതെ നമുക്കൊരു സ്വീറ്റ് സ്നാക്കായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒറ്റയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇനി അതിലേക്ക് ഒരു ചെറുപഴം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതേ ഗ്ലാസ്സിന് നമുക്കൊരു 3/4 ഗ്ലാസ് ശർക്കരപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് എടുക്കാം. ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഈ മാവ് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഇത് നേരെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്. ഇത് ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. ഒരുപാട് മാവ് ഒഴിക്കേണ്ട, ഒരു തവി തന്നെ ധാരാളമാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കുന്നത്. ഒരുപാട് നേരമൊന്നും അടച്ചു വെക്കണ്ട. ഒരു 1 മിനിറ്റോ 1.5 മിനിറ്റോ ധാരാളമാണ്. ഒരുപാട് നേരം വെച്ചാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് തുറന്നിട്ട് മറിച്ചിടാം. ഇപ്പോൾ കണ്ടോ, ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഒരു സൈഡ് വന്നു. ഇനി മറ്റേ സൈഡും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതും നേരത്തെ പോലെ തന്നെ 1 മിനിറ്റ് ധാരാളമാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒറ്റയപ്പം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നേദിക്കാൻ വയ്ക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നേദ്യങ്ങൾ വെക്കുമ്പോൾ നമ്മൾ നോൺ വെജ് ഒന്നും വെക്കാത്ത പാത്രത്തിലോ അല്ലെങ്കിൽ നേദ്യം വെക്കാൻ വേണ്ടി മാത്രം ഉള്ള പാത്രങ്ങളിലോ വേണം വെക്കാൻ. പിന്നെ എല്ലാ പാത്രങ്ങളും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓം നമ ശിവായ.